അനിയത്തിയായിട്ട് വരും എന്ന് വിചാരിച്ചാൽ മതി. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങോട്ട് സ്പീഡായി സിനിമ. പറ്റിയായിട്ട് അടിപൊളി. ജിത്തു ജോസഫിന്റെ വേറെ പടം, വേറെ ലെവൽ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു. കൊള്ളാം, എല്ലാവരും ഇഷ്ടപ്പെട്ടു. കൊള്ളാം, ഒരു സസ്പെൻസ് ഇല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ആസിഫ് അലി അവസാനം വില്ലനായി വന്നു. കുഴപ്പമില്ല, കളക്ഷൻ ആവുമെന്ന് അടിപൊളിയാട്ടോ, അടിപൊളി, സത്യമായിട്ട് അടിപൊളി. ജിത്തു ജോസഫിന്റെ വേറെ പടം, വേറെ ലെവൽ എന്ന് വെച്ചിട്ടുണ്ടല്ലോ. സത്യം ആസിഫ് അലി ആയാലും അതേപോലെ ബാലമുരളിയൊക്കെ തകർത്ത് അഭിനയിച്ചു. സീൻ പിന്നെ ക്ലൈമാക്സ് ഒക്കെ വൺ സീന് സത്യം ചേട്ടാ അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടല്ലോ. പോയി തിയേറ്ററിൽ പോയി തന്നെ കാണുക, അടിപൊളി. ലാസ്റ്റ് വരെ ഉണ്ടല്ലോ ത്രില്ലറോട് ത്രില്ലർ. അവന് എന്തോ പറ്റിയെന്ന് എനിക്കറിയില്ല, കിളി പോയി ആ മാതിരി സിനിമ. അടിപൊളി, സെറ്റ് സൂപ്പറായിട്ട്. അവർ അപർണ ബാലമണി നന്നായി ചെയ്തിട്ടുണ്ട്. ആരും മോശക്കാരല്ല. ഇതാണ് അവസാനം അറിയുമ്പോഴത്തേനും എല്ലാവരും ഈ നമ്മൾ നായകനായി വന്നിട്ട് അവസാനം വില്ലൻ റോൾ വരുന്ന പോലെ മെമ്മറീസും അതൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി പടത്തിൽ തോന്നിയില്ല. നമ്മൾ കണ്ടുമടുത്ത ആസ് യൂഷ്വൽ ടെംപ്ലേറ്റ് ആണ്, കണ്ടുമടുത്ത സ്റ്റോറീസ്. പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ സ്പോയിലറായി പോകും. ഒരുപാട് ട്വിസ്റ്റും ടേൺസും ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ സാധാരണ നമ്മളിപ്പോൾ നമ്മുടെ ജിത്തു ജോസഫ് സിനിമകൾ കാണുന്ന പോലെ തന്നെ ഒരു ട്വിസ്റ്റ് കഴിഞ്ഞെടുത്ത് വീണ്ടും അടുത്തടുത്ത ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. സ്ലോ പേസിലാണ് കഥ പറഞ്ഞ് തുടങ്ങിയത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്റ്റോറിയിലോട്ട് അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മളിങ്ങനെ വെറുതെ കണ്ടിരിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ അത് കണ്ട് കുറച്ച് കഴിഞ്ഞ് ഇൻ്റർവെല് കഴിഞ്ഞ് ത്രില്ലടിപ്പിച്ച് ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. മൊത്തം ട്വിസ്റ്റ് തന്നെയാണ് പടം. പക്ഷേ അത്ര ഒരു കുഴപ്പമില്ല. പക്ഷേ